കൂട്ടുകാരെ, ഞാനിന്നൊരു നൈറ്റി ബിറ്റ് അടിക്കാനാണ് പോകുന്നത്. ഞാനത് വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ പാർട്സുകളാണ് ഇത് കയ്യ് മറ്റേ മാനസി കട്ട് നൈറ്റിയാണ് അടിക്കുന്നത്. അതിൻ്റെ ഓരോ പീസുകൾ ഞാനിങ്ങനെ ഓരോ ഇത് അതിൻ്റെ തന്നെ പീസാണ്. പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ അറിയാത്തത്. ഇതിൻ്റെ ഒരു പീസ് അത് അടിച്ച് ഇങ്ങനെ കാണിച്ച് ഞാനത് കാണിക്കാം കേട്ടോ. എന്താ പറയുക, ഇനി അത് അടിച്ച് തുടങ്ങട്ടെ, എന്നാലേ അത് അറിയുള്ളൂ. അടിക്കുകയാണേ. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ പറയുക, എന്തോ അറിയില്ല, ആദ്യമായിട്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, ഒരു ഹെൽപ്പ് ചെയ്യുക. ബാക്കി പൊതുവെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു വരുന്നതായിരിക്കും അടിക്കുന്നുണ്ട്. ഇതിപ്പോൾ മുൻവശത്തെ ഇപ്പോൾ ഞാൻ ഇട്ടേക്കണ നെയ്റ്റിൽ അതേപോലത്തെ ഷേപ്പുള്ള ഈ പീസാണ് അടിക്കുന്നത്. അത് ഞാൻ അടിക്കുന്നത് 1/4 ഇഞ്ച് തുടങ്ങുന്നല്ലേ, 1/4 ഇഞ്ച് ഇങ്ങനെ ഇതിൻ്റെ അരിയിൽ കൂടെ അതടിച്ചു മറയ്ക്കണം. ലൈൻ വെച്ചിട്ട് പറ്റൊക്കെ പറ്റാം. എന്നിട്ട് ഇതിൻ്റെ അതേ ഷേപ്പിൽ കെട്ടിക്കളയണേ. ഇനി അത് ഇതിൻ്റെ ഈ അടിച്ചതിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ. അപ്പോൾ നല്ല ഫിനിഷിങ് വർക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ എല്ലാവരും എങ്ങനെയാണ് ചെയ്യണതെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറേ പേര് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ അടിച്ചു, ഈ സ്റ്റിച്ച് 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ അടിച്ചു. എന്നിട്ട് ഈ അകത്തെ ലൈനിങ് മറിച്ച് മറിച്ചടിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മമ്മിക്കാണ്, എൻ്റെ അമ്മയ്ക്കാണ് ഇത് തയ്ക്കുന്നത്. മമ്മി ഒരു സ്ഥലം വരെ പോകുന്നു, അപ്പോൾ 2 അടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുൻവശം അടിച്ചു. ഇനി അതേപോലെ ഇതേപോലെ ഒരു പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പീസ്, ഈ വശത്തെ പീസ് ഉണ്ടല്ലോ, അതും വെച്ചടിക്കണം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. എന്തോരം ഇതാവുമെന്ന് നമുക്കറിയില്ല. ലോങ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പൈപ്പിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം ഇങ്ങനെ പ്ലെയിൻ തുണികൾ, അതായത് ഇതിന് ചേരണ വേറെ പ്ലെയിൻ തുണികളുണ്ടാവില്ല, അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നതാണ് ആൾക്ക് ഇഷ്ടം. സാധാരണ ഞാനിവിടെ വെച്ച് കൊടുക്കാറ് ഇങ്ങനത്തെ ലൈനിങ്, ഇങ്ങനത്തെ പൈപ്പിങ്ങിൻ്റെ ഇത് സൈഡിൽ കൂടെ വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അത് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ക്രോസ് പീസ് വെട്ടിയെടുക്കുക, എന്നിട്ട് അത് ഇതിൻ്റെ നടുവ് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ മറിച്ചു. എന്നിട്ട് ഞാൻ ചിലർ ഇതിൽ കൂടെ ഫിനിഷിങ്ങിന് കിട്ടി ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ഇങ്ങനെ അതിൻ്റെ അരികത്തോട് ചേർത്ത് വെച്ച് അടിക്കുക ചെയ്യാറ് കേട്ടോ. അപ്പം അതങ്ങനെ ചെയ്യുന്നുണ്ട്. അടിച്ചു. ഈ നടുവിലത്തെ പീസിന് ഒരെണ്ണം അപ്പം തന്നെ വേറെ ഇവിടെ തന്നെ അരിയോട് ചേർത്ത് അടിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റത് അതിൻ്റെ മുകളിൽ വന്നാൽ പിന്നെ ഇത് അടിക്കാൻ പാടായിട്ട് പിന്നെ തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് അടിക്കാറ്.
അതങ്ങനെ അടിച്ചു. ഇങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി അതേപോലെ മറ്റേ സൈഡുണ്ടല്ലോ, അതിൻ്റെയും ഇതുപോലെ ഒരു പീസ് വെച്ച് ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ലോങ് വല്ലാണ്ട് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. മറ്റേതും അതുപോലെ ഒരു പീസ് വെച്ച് അടിക്കുകയാണ്. വേറെ ഒരു ക്രോസ് പീസ് എടുത്തു. ഇതിൽ തന്നെ വെച്ചു. ഇതുപോലെ ഒരു ഇതാണ്. അപ്പം അതിൻ്റെ നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മുറിച്ച് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ വേസ്റ്റാക്കി കളയുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഇതന്നെ വെച്ചു. ഞാൻ മറിച്ച് വെച്ച് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് വെച്ച് ഈ പൈപ്പിങ് കാണാൻ പാകത്തിന് ഇങ്ങനെ വെക്കാം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ആക്കി കൊടുക്കും. എന്നിട്ട് ഈ നൂല് ഒന്നും വലിക്കാൻ ചുളുങ്ങിയിരിക്കുന്നുണ്ടാവും. അത് കറക്റ്റ് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതറിയാത്തവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ച്, ഇഷ്ടപ്പെടാൻ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്ത് പിന്നെ നീളം പറഞ്ഞു. ഞാനും ഒരു സാധാരണ വീട്ടമ്മയാണ്. ഇതൊക്കെ വീട്ടിലെ പണി അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി ഇരിക്കാതെ. ഇതിപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. 4-ാം തീയതി പെരുന്നാളുണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ അമ്മയ്ക്കത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ധൃതിപ്പെട്ട് ചെയ്യുന്നത്. അമ്മ പറഞ്ഞു വേണമെന്ന് പറഞ്ഞപ്പോൾ 2 പറഞ്ഞേക്കണേ. ഒരെണ്ണം വെട്ടി ശരിയാ, ഒരെണ്ണം വെട്ടി റെഡിയാക്കിയിട്ട് അടുത്തത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് രണ്ടും ഈ പീസ് നടുവിലത്തെ പീസ് രണ്ടും എന്താ പറയുക കൂട്ടി ഒരേപോലെ വെച്ച് ഇങ്ങനെ വെക്കും. എന്നിട്ട് അളവ് എടുത്തു, ടേപ്പ് എടുത്തു. പിന്നെ നമുക്ക് 2.5 അകലം മതി. ഞാനിവിടെ ഒരു 2.5 അകലം ഇട്ടു. പിന്നെ അടിഭാഗവും ഞാനങ്ങനെ നോക്കും. നിങ്ങൾ നോക്കുന്നതെന്ന് അറിയില്ല. ഏകദേശം ഒരു 4.5 ഇഞ്ച് 4.25 ഇഞ്ച് അകലം മതി കേട്ടോ. അല്ലെങ്കിൽ വല്ലാണ്ട് എന്താ പറയുക ഇങ്ങനെ അകത്തും തോറും ഇവിടുത്തെ ഇതിങ്ങനെ ഒരു ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു. ഞാനിങ്ങനെ ചെയ്യാറ്. ഞാൻ പഠിച്ചത് അനിയത്തിയായിട്ട് എനിക്കിത് പറഞ്ഞു തന്നത്. ഇനി ഇതിന്ന് ഇതൊരു ഷേപ്പ് വെച്ച് നോക്കിയിട്ട് അടിക്കുക. ഞാനത് അങ്ങനെ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെയും അകലം വെച്ചു. ഇതേപോലെ ഇവിടെ. അപ്പം രണ്ടിൻ്റെ ഒരേപോലെ അറിയാൻ വേണ്ടിയിട്ട് ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതിനെ നിവർത്തിയിട്ടിട്ട് ഈ 2 പീസുകളും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു ഷേപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ ആദ്യം വെച്ച് നോക്കിയിട്ടേ. ഞാനങ്ങനെ ചെയ്യാറ്. ഇതിങ്ങനെ വെച്ചു. ഇതിൻ്റെ ഷേപ്പ് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അതിലൊക്കെ ഇത് മതി കേട്ടോ. ഇത്ര മതി. അപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ല. ഞാൻ അടയാളപ്പെടുത്തിയത് ശരിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതടിക്കാം. അപ്പോൾ ഇത് ഇവിടുന്ന് അടിച്ച കാരണം ഇതിൻ്റെ ഇവിടുന്ന് ഈ നമ്മൾ അടയാളപ്പെടുത്തിയെന്ന് ഇങ്ങോട്ട് നേരെ അടിച്ചാൽ മതി. അവിടെ ഒരു കെട്ടിട്ട് അടിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. സൂചി കറക്റ്റ് അളവിൽ വെച്ചു. ഇവിടെ ഒരു കെട്ടിട്ട് ഇങ്ങനെ കൊടുക്കും. കെട്ടിടാനൊക്കെ ഇവിടെ ഒരു ഇതുള്ള കാരണം കറക്റ്റ് മറ്റേ പൈപ്പിങ്ങിലൂടെ അടി കൊള്ളാണ്ട് ഇങ്ങനെ വെച്ചു. അതേപോലെ തന്നെ ഈ പീസും ഇവിടേക്ക് വെച്ച് അടിക്കാണ് വെച്ചു. അങ്ങനെ
ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. എന്താ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട് ഇങ്ങനെ അടിച്ചു ഫിനിഷാക്കി. ഇനി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ടാവും, ഞാനത് കട്ടാക്കി ഇങ്ങനെ കൊടുക്കും. ആ ഷേപ്പിലാണ് കൊടുക്കുക ചെയ്യാറുണ്ട്. ഇനി ഇതിന്ന് ഒരു പീസ് ഒരു 4 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടെ നമുക്ക് അടിക്കണം. അപ്പോൾ അതേ ഇങ്ങനെ അടിച്ചു 4 ഇഞ്ച് നീക്കിയെടുത്ത്, അല്ലെങ്കിൽ നൂല് പൊട്ടി കഴിഞ്ഞാൽ കോർക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ആ ഷേപ്പ് അതേ ഷേപ്പിൽ തന്നെ അതിൻ്റെ വെട്ടി നമ്മൾ അടിച്ച ഷേപ്പിൽ തന്നെ അതേ ഇതിൽ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ചെടുത്ത് അതേപോലെ ഈ വശത്തും അങ്ങനെ തന്നെ ചെയ്യാം. നേരത്തെ നടുഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം. ഇതുപോലെ ചെയ്തു. അത് ഫിനിഷായി കേട്ടോ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് രൂപം. ഓക്കെ, ഇനി അതിന് എൻ്റെ ബാക്ക് പീസിലേക്ക് ഞാൻ യോജിപ്പിക്കുക ചെയ്യാറ്. ബാക്ക് പീസ് ഇവിടെ ഇനി ബാക്ക് പീസാണ് ഇതുപോലൊരു പീസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിന് കഴുത്ത് ഇങ്ങനെ യു കട്ടിൽ വെട്ടിയിട്ട് ഒരു 1.25 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴുത്തിൽ വെച്ചു കിട്ടും. ഞാനത് നേരത്തെ അടിച്ചു വെച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ലോങ് ആയോല്ലോ എന്ന് പേടിച്ചിട്ടാണ്. ആദ്യമായിട്ടായോ തന്നെ അറിയില്ല, അതുകൊണ്ടാണ്. ക്ഷമിക്കണം എല്ലാവരും. എന്നിട്ട് അത് ഇതിൽ കൂടെ അടിച്ച് എന്താ പറയുക, ഇതുപോലെ കട്ടിട്ടിട്ട് 4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിച്ച് ഇങ്ങനെ ചെയ്തു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണ് അത് കിട്ടുക. എന്നിട്ട് ഈ പുറം വശം ബാക്കിൻ്റെ നല്ല വശം നമ്മുടെ കാണാൻ നല്ല ഭംഗിയിലുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മുടെ ആദ്യം അടിച്ച് വെച്ച ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അതും ഈ നല്ല വശവും ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് ഈ ഓരെണ്ണത്തിൻ്റെ ഈ അരികിലുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ് ഈ ബാക്ക് വശത്ത് നമ്മൾ അടിച്ചിട്ടില്ലേ പോർഷൻ, ഈ പീസ് അടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അരികോട് ചേർത്ത് വെക്കാം. നല്ല വശവും ചേർത്ത് വെച്ചു. ഫ്രണ്ടിൻ്റെ ഈ അരിക് ബാക്ക് പീസ് കഴുത്തിൻ്റെ ബാക്ക് പീസോട് ചേർത്ത് വെച്ച് ഇങ്ങനെ കൂട്ടിയടിക്കാം കേട്ടോ. അതിങ്ങനെ ഈ കഴുത്തിൻ്റെ 4 ഇഞ്ചില്ലേ അത് ഇതിലേക്ക് ഇങ്ങനെ മറിച്ച് വെച്ചിരിക്കാം ഇങ്ങോട്ട്. എല്ലാവർക്കും അറിയണ കാര്യം, അറിയാത്തവരെങ്ങനെയാണ് വിചാരിക്കാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരുപാട് യൂട്യൂബൊക്കെ കണ്ട് മനസ്സിലാക്കും വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഒരു 4 ഇഞ്ച് ഷോളറിൽ നമ്മളിങ്ങനെ അടിച്ചൊരു ഇവിടെ നിന്ന് തന്നെ ഒരു കെട്ടിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കേട്ടോ. ഷോളർ കൂട്ടുന്ന പോലെ രീതിയിൽ ഞാൻ 2 പ്രാവശ്യം അടിക്കും. കെട്ടിട്ടിട്ട് നല്ല പുറത്ത് കിട്ടാൻ വേണ്ടി അതുപോലെ കുമ്പത്തും അതുപോലെ കെട്ടിട്ട് അടിക്കും കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശവും ഇതുപോലെ തന്നെ ചെയ്യണം. ബാക്ക് വശം ഫ്രണ്ട് വശവും ബാക്ക് കഴുത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പിന്നെ അത് ഇതുപോലെ കട്ടിട്ട് അടിച്ചു. ഇനി അതിനെ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് മറയ്ക്കുമ്പോൾ ഈ ബാക്ക് കഴുത്തിന് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പീസില്ലേ അത് ഉള്ളിലേക്ക് പോകും കേട്ടോ. ഇതിങ്ങനെ വലിച്ച് അത് ഫിനിഷാക്കി കൊടുക്കും. അത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് വശത്തെ ഈ പീസ് ഉണ്ടല്ലോ ഇത് ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവുമല്ലോ, അതിനെ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിലാണല്ലോ നമ്മളത് അടിച്ചേക്കണം. അപ്പോൾ അതേ ഷേപ്പിൽ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുക.
നിർത്തി അതേ ഷേപ്പിൽ പോവാട്ടോ. ഞാൻ ബാക്ക് പീസ് അടിച്ചു കേട്ടോ. ആ ബാക്ക് പീസ് അടിച്ചപ്പോൾ ഇത് നല്ല കറക്റ്റ് നല്ല തുണിയിൽ വന്നില്ലേ. അതിൻ്റെ ഈ സൈഡിലുള്ള നൂലൊക്കെ വിട്ട് കൊടുക്കാം കേട്ടോ. അവിടെ എന്നിട്ട് ഈ ഷോളറിൻ്റെ ഭാഗം പതിച്ചടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒരു സ്റ്റിച്ചിങ് നമുക്ക് അതിൽ കിട്ടും, വൃത്തിയാവും ചെയ്യും കേട്ടോ. ഇനി ഇത് ബാക്ക് പീസിൻ്റെ ലേശം ഇങ്ങനെ ബാക്കി നീണ്ടു നിൽക്കുക. അതായത് ഫ്രണ്ട് പോർഷൻ വെച്ചതിന് ബാക്കി ലേശം ഇങ്ങനെ നീണ്ടുക. അത് ഞാൻ വെട്ടി കളയുക ചെയ്യാറ് കേട്ടോ. സാധാരണ അങ്ങനെ വെട്ടിയാൽ ശരിയാവാറുണ്ട്. അപ്പം അതിനനുസരിച്ചാണല്ലോ നമ്മൾ തുണി എടുക്കുന്നത്. കറക്റ്റ് ഇത് ഇങ്ങനെ വെച്ചു ഈ ഫ്രണ്ട് പോർഷനും അതുപോലെ വെച്ച് ഇങ്ങനെ കറക്റ്റ് ഈ ലെവലിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെട്ടി കൊടുക്കും. ആ പുറത്തേക്ക് നിൽക്കുന്നത് ഞാൻ വെട്ടി കൊടുക്കും. പേടി നോക്കി ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ചെരുവോ വളവോ ഒന്നും വേണ്ട, നേരെ ഇങ്ങോട്ട് വെട്ടി കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ വല്ലാണ്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊളച്ച് പോലെ നിൽക്കും. അപ്പോൾ ഞാൻ ഇത് അമ്മേനെ ഇടിച്ചിട്ട് ഒരു ഫോട്ടോ ഇടാട്ടോ. ആ പീസ് ഇങ്ങനെ കിട്ടും. ഇനി ഈ തുമ്പുണ്ടല്ലോ, ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ താഴത്തെ ലൈനിങ് കൂട്ടിയിട്ട് പുറത്തേക്ക് തള്ളി കിടക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് വെട്ടി റെഡി ലെവലാക്കും, അല്ലെങ്കിൽ നമുക്ക് കറുത്താണ് അറിയില്ല. ഇതിൻ്റെ അതിങ്ങനെ അപ്പോൾ ചെറുതായിട്ട് അപ്പുറത്തും ചെറിയ തൈലിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കും ലേശം ബാക്കിയത്. അത് ഞാൻ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ കൈക്കുഴിയില്ലേ, അതായത് ഷോളിൻ്റെ അവിടെ നിന്നുള്ള ഈ കൈക്കുഴി, ആ കൈക്കുഴിയും ബാക്ക് വശത്തിൻ്റെ കൈക്കുഴിയും ഒരുമിച്ച് ഇരിക്കുന്നുണ്ടാവുക. തയ്ച്ച് കഴിയുമ്പോൾ ഒരുമിച്ചാവില്ല, വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ടിൻ്റെ അതേ ഇതിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ വെട്ടാൻ. അപ്പോൾ ആ ഒരു ലേശം ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ്. കാലിഞ്ചിൽ കയറ്റിയിട്ട്, അതായത് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒരേപോലെ അളവ് വരാൻ മതി. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് മാത്രം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനും അങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഞാൻ ചെയ്തു. അപ്പോൾ അതൊരു ഷേപ്പാക്കി ഇത്ര കിട്ടുള്ളൂ. ഒരു കുഞ്ഞു പീസ് എങ്ങനെ അത് തട്ടിക്കളഞ്ഞു. പിന്നെ പപ്പയുള്ള നൂലുകൾ വെട്ടിയായിരിക്കും എന്ന് മാത്രം. അതങ്ങനെ ചെയ്തു. അതുണ്ടോ, ഇങ്ങനെ ഒരു പോർഷനായി കണ്ടാ. ഇനി ഇതിലേക്ക് ഞാൻ വെക്കാറ് ആദ്യം ഫ്രണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഞെറിയെടുത്ത് ആദ്യം വെക്കട്ടെ. നമ്മൾ ഇത് പീസിൻ്റെ ബാക്കിയുള്ള പീസ് ഉണ്ടാവില്ലോ, അത് ഞെറിയുള്ള ഭാഗം അത് ഞെറിയിടണ്ടേ. നമ്മൾ ഈ കൈക്കുഴി വെട്ടിയത് ഇവിടെ ഇതിങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഭാഗം കൂട്ടി യോജിപ്പിച്ച് ഇതിങ്ങനെ കിട്ടണത് എങ്ങനെയാണെന്നും കൂടെ ഞാൻ പറഞ്ഞു.
നമ്മൾ കൈ ഫുള്ള് ഇങ്ങനെ വെട്ടി കഴിഞ്ഞിട്ട് ഇതൊരു ചതുരനായിട്ടാണ് കിട്ടുക. അത് നമ്മൾ സാധാരണ കൈയില്ലേ, കൈ വെട്ടിയിട്ടുണ്ടാവില്ല, അതിൻ്റെ അളവ് ഞാൻ ചെയ്യാറ് ഇങ്ങനെ കറക്റ്റ് ഈ കൈക്കുഴിയുടെ ഈ ഭാഗമില്ലേ അതും ഈ വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെയാണ് ഇങ്ങോട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇതും വലിയ വ്യത്യാസമില്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടും. ഞാനങ്ങനെയാണ് ചെയ്യാറ്. എൻ്റെ അനിയത്തി പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞാൻ ഞെറിയിടുകയാണ്. അപ്പോൾ ഒരേപോലെ ഞെറിയ ഒരു വശം ഏകദേശം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2.25 ഇഞ്ച് എൻ്റെ ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കും. അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും, ലേശം കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഞെറിയിട്ട് വരുമ്പോൾ ആവശ്യത്തിന് നിർത്താമല്ലോ. ഒരുവിധം ഇതാവുമെന്ന് വിചാരിച്ചിട്ട് കട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു. ഒന്നും കൂടെ വയ്ക്കട്ടെ. ചുഞ്ഞി അതും കൂടെ വെട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ലെങ്കിലും അപ്പോൾ ഞാൻ അവിടെ ചോക്കും കൊണ്ട് ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് എനിക്ക് കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രാന്ത. വേറെ ഒന്നുമില്ല, ഞെറിയിടാൻ സുഖമാണ്. ഇത് മുള്ളമ്പന്നിയുടെ മുള്ളാണ്. നിങ്ങളുടെ വീടിൻ്റെ ഭാഗം ഈ എന്താ പറയുക കാടിൻ്റെ ഏരിയയാണ്. അപ്പോൾ പറമ്പിൽ ഇതിങ്ങനെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ കുഴിച്ചിടും. അപ്പോൾ അതിന് കുറച്ച് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനാണ് അത് കിട്ടിയത്. അപ്പോൾ അവനെനിക്ക് പറക്കിയപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനും ഒരു 5-6 മേടിച്ചു. അതൊന്ന് ഞാൻ എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇങ്ങനെ ഞെറിയിടാൻ വേണ്ടി എനിക്ക് സുഖം. അല്ലാതെ ഞെറിയിടാൻ ഇവിടെ വേറെ ഇതൊക്കെ ടൂൾസൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിഷ്ടം ഇതാണ്. കറക്റ്റ് ഇങ്ങനെ ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് തള്ളിയിട്ട് ഞെറിയിട്ട് കൊടുക്കും. ഈ ഷിമ്മിക്കൊക്കെ ഞെറിയൊന്നുമില്ല, അതേപോലെ തന്നെ ഏകദേശം എല്ലാം ഒരേ ഷേപ്പായാൽ നല്ലതായിരിക്കും. നെറ്റിയുടെയും അങ്ങനെ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇഷ്ടാവോ എന്തോ. എന്തായാലും ഞാനങ്ങനെ ഞെറിയിടുകയാണ്. ഇതാണ് ഞെറിയിടുന്നത്. ഇങ്ങനെ ഇതിങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ അത് കൈയോടെ വേണം. വലിയ എക്സ്പെർട്ട് കയ്യിലൊന്നുമല്ല കേട്ടോ. യൂട്യൂബ് തുടങ്ങാൻ വേണ്ടി അങ്ങനെ ചെയ്തു മാത്രം. വേറെ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് വയ്യായിക്കുള്ള ആളാണ്. അപ്പോൾ അതിനൊരു ഇൻകം കണ്ടെത്താൻ വേണ്ടി എൻ്റെ ഒരു സംരംഭം പോലെ തുടങ്ങിയതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ഞങ്ങൾ പാണഞ്ചേരി പഞ്ചായത്താണ്. പാണഞ്ചേരി പഞ്ചായത്തിൽ 19-ാം വാർഡ്. 19-ാം വാർഡിലെ മെമ്പർ സൂപ്പറാട്ടോ. മെമ്പറും പിന്നെ CDS അതായത് കുടുംബശ്രീ CDS വാർഡിൽ കുടുംബശ്രീ CDS ലിൻഡ ചേച്ചിയൊക്കെയാണ് എന്നെ സഹായിച്ചത്. ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നുണ്ട്, മെഷീൻ കിട്ടുന്നുണ്ട്, നിനക്കത് വേണോ, 40,000 രൂപ എന്താ പറയുക ഒരു ബഡ്ജറ്റാണ്. അതിൽ നമ്മൾ 13,000 രൂപ തിരിച്ചടച്ചാൽ മതി. കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ 13,000 അടച്ചു കേട്ടോ. 27,000 സബ്സിഡി നമുക്ക് അവർ തരും. ഞാൻ പട്ടിക്കാട് കാനറ ബാങ്കിലാണ്. പുതിയതായി തുടങ്ങിയതാണ്. ഇപ്പം അവിടെയായിരുന്നു അക്കൗണ്ട്. അതിനായിട്ട് അവിടെയൊക്കെ ചേരേണ്ട വന്നു. എന്തായാലും കിട്ടി. മെമ്പർ അത് സഹകരിച്ച് തന്നു എല്ലാവരും. നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി ആണ് അത് ഉദ്ഘാടനം ചെയ്ത് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ അങ്ങനെ കിട്ടിയത് ഇങ്ങനെ ജാക്കിൻ്റെ ഈ മെഷീനും പിന്നെ ഇതുപോലെ റാക്ക്. ഇതെൻ്റെ പഴയൊരു റാക്കാണ്. റാക്കും നെയ്ത്ത് തുണികളൊക്കെയാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാനൊരു സൈഡിൽ നെയ്ത്ത് തുണികളൊക്കെ വെച്ചു. ഇതൊന്ന് ഞെറിയിട്ടു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരരികു വെച്ചിട്ട് ഇതിൻ്റെ അരികും വെച്ചിട്ട് ഏകദേശം കറക്റ്റാണോ എന്ന് നോക്കാം. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സൗണ്ട് ഇത്തിരി കുറഞ്ഞു തോന്നുന്നു. മോള് പറയല്ലേ, മോളും ഉണ്ട് അവിടെ അടുത്ത്. അപ്പോൾ ഇതിൻ്റെ അരികും നമ്മൾ ഫ്രണ്ടിൻ്റെ ആയിട്ട് അടിക്കുന്നത് ഞെറി വെക്കുന്നത്. ഇതിൻ്റെ അരികും ഇതിൻ്റെ അരികും യോജിപ്പിക്കുക. അതേപോലെ തന്നെയാണ് ബാക്കിൻ്റെ. ഞാൻ ഫ്രണ്ടിൻ്റെ കൂടി കാണിക്കാം. ലോങ് ആവേണ്ടാന്ന് വെച്ചിട്ടാണ് മുന്നേ പറയുന്നത്. എനിക്കിത് ആദ്യമായിട്ട് ചെയ്യണ കാരണം എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല.
എന്തായാലും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം കറക്റ്റാണ്. ചെറിയൊരു കുറവുണ്ട്. അത് എന്താ പറയുക, നമ്മൾ മറ്റേ ഇങ്ങനെ ഞെറിയിട്ടുണ്ടായിരുന്നില്ല, അതിന് ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ട് വലിച്ചാൽ കറക്റ്റാവും. ഒരു 4 ഇഞ്ച് രീതിയിൽ വെക്കുന്നു. അപ്പം അതേ നമ്മൾ അടിഭാഗം അടിച്ച ഷേപ്പില്ലേ, അതായത് വെട്ടിയ അതേ ഷേപ്പിൽ തന്നെ അടിക്കണം. എന്നാലാണ് ഞെറി വെക്കുമ്പോൾ അതേ ഷേപ്പിൽ വരുള്ളൂ. അങ്ങനെ പരന്ന് ഇല്ല, ചിലത് ഇങ്ങനെ നേരെ വെട്ടുകൊണ്ട് കേട്ടോ. ഇതിങ്ങനെ ഒരു ഷേപ്പ്, ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ വരിക. ഇങ്ങനെ ഞാൻ അതേ ഷേപ്പിൽ 4 ഇഞ്ച് കണ്ടോന്ന് അറിയില്ല, കറക്റ്റ് നോക്കി വെച്ചില്ലെങ്കിൽ ആ ഷേപ്പ് നോക്കില്ല. അതിന് ലേശം താമസമുണ്ട്. അധികം ഡൗൺ ആയാലും എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനിരിക്കരുത്. ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ വന്ന് എന്നെ ഷോർട്ടൊക്കെ വിടാറ്. ഓരോരുത്തർ അറിയുന്നവരൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ലേശം കൂടുതലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലെയിൻ ആയിട്ടാണല്ലോ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഞെറിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റാവും. ഇതിൻ്റെ അരി ഇങ്ങനെ വെച്ചിട്ട് ഒരു ഞെറിയേക്കാളും പിന്നെയും കൂടുതൽ ഇടാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ സാധാ ഒരു ഞെറി ഇട്ടു. അത് അതിൽ തന്നെ വെച്ചങ്ങ് ചെയ്താൽ മതി. ലേശം കൂടെ നീക്കിയിട്ട് ചെറിയ ഞെറി ആവുന്നു മാത്രം. ആ മീഡിയല്ല, കുഴപ്പമില്ല. ഇല്ല കേട്ടോ, ശരിയായില്ല. അത് ഞാൻ ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ അടിക്കിട്ടാണ് അതേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത് ഒരു സ്റ്റിച്ച് കൂടെ വരും. 4 സ്റ്റിച്ച് വരും എൻ്റെ. അത് ഒന്നും കൂടെ വേണം അടിക്കും. അവിടെ തുമ്പത്ത് കെട്ടുക. നമ്മൾ അടിച്ച് വെച്ച് അതേപോലെ അതേ ഏകദേശം ഷേപ്പിൽ ഞാൻ അടിച്ച് വെക്കണ്ടേ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇത് നീക്കി ഇട്ടു. ഇവിടെ ഇതിൻ്റെ ഒരു മേലടി കൂടെ കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. സാധാരണ ആരും അങ്ങനെ ഒരു അടിയൊക്കെ അടിക്കുമ്പോൾ 2 അടി അടിക്കലൊക്കെ കുറവാണ്. ഇതാ ഞാൻ പറഞ്ഞ 4 അടി വരുന്നുള്ളൂ ഞെറികൾ. അപ്പോൾ ഇതേങ്ങനെ പതിച്ച് വെച്ചെടുക്കും. അപ്പോൾ നമ്മൾ ഈ തയ്ച്ച ഈ അടിഭാഗത്ത് പീസുണ്ടല്ലോ, നമ്മുടെ ബോഡി ഈ ഇവിടുത്തെ മോൾ വശത്തേക്ക് മുകളിലേക്ക് ആവുന്ന രീതിയിൽ ഈ പീസ് വെക്കണം കേട്ടോ. താഴേക്ക് വെക്കരുതെന്ന് മനസ്സിലായോ. ഈ പീസ് താഴേക്ക് പതിക്കാണ്ട് മുകളിലേക്ക് വെച്ചിട്ട് വേണം പതിച്ചാൽ. അത് മോൾ പീസിൽ വേണം പതിച്ചടിക്കാൻ. പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല, പലർക്കും പല രീതിയിൽ വ്യക്തമായി പറഞ്ഞു തരാനൊക്കെ അറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കറിയില്ല. അറിയുന്ന പോലെ ഞാൻ പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യും. പിന്നെയും പറയുന്നു. ഞാനിങ്ങനെ പതിച്ച് വെച്ചടിക്കുകയാണ്. കാണാൻ കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കളിച്ച് വെച്ച് അതേ ഷേപ്പിൽ അടിച്ചിട്ടുണ്ട്. അത് ഈ പൈപ്പിൻ്റെ അവിടെ വരുമ്പോൾ ഞാനൊന്ന് ഇതിൻ്റെ ചവിട്ടി ഒന്ന് പൊക്കും. എന്നാൽ അല്ലെങ്കിൽ ഇത് മുകളിൽ കൂടെ ആവും. സൗണ്ട് കേൾക്കുന്നുണ്ടാ ഉണ്ട്. എന്തായാലും ഇങ്ങനെ അടിച്ചു. ആ ഫാൻ ഓഫാക്ക്. കുഴപ്പമില്ല, നമ്മൾ ഫാൻ ഇട്ട കാരണം കേൾക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഇനി 4 ഇഞ്ച് വീതിയിൽ ഒന്നും കൂടെ അതേ ഷേപ്പിൽ തന്നെ അടിക്കാം. ഒരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കും. ഞാൻ എല്ലാത്തിൻ്റെയും അങ്ങനെ ഞാൻ അടിച്ചു കൊടുക്കുന്ന ഏറ്റുകളൊക്കെ അങ്ങനെ അടിച്ചു കൊടുക്കും. 4 ഇഞ്ച് വീതിയിൽ അടിക്കുന്നു. മേലടി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ 2 വശമാണ്. നല്ല വൃത്തിയിൽ ലൈറ്റ് കുറവാന്ന് തോന്നുന്നു. ഇങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ. ഇനി ഞാൻ ഇത് അജറക്കിൻ്റെ തുണി പല സൈസ് മോഡലുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരു ഫ്രോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഷോർട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഇതേ കളർ തന്നെ, മോൾ ഭാഗം ഒരു പീസ്, മറ്റേ നടുഭാഗം ഒരു പീസ്, ഫ്രില്ലൊരു പീസ്, അങ്ങനെ. അപ്പോൾ അതിന് ചേർന്നൊരു പീസ് ഞാൻ അതിന് വേണ്ടി അടിച്ചു വെച്ചത്. പക്ഷേ ഇത് തപ്പിയപ്പോൾ കാണാണ്ടായിരുന്നില്ല. അത് ഞാൻ അതൊന്ന് വേറൊരു പീസ് വെച്ച് അടിക്കേണ്ട വന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ അജറക്കിൻ്റെ പീസിൽ ചില ഭാഗം നമ്മൾ
കൈക്കുഴിയുടെ ഭാഗം വെട്ടിയെടുക്കുമ്പോൾ ഉണ്ടാവില്ല, ഭയങ്കര കിട്ടാൻ ഇത്തിരി പാടായിരിക്കും, വലിയ കൈക്കുഴിയൊക്കെ അടിക്കണം. അപ്പോൾ ഞാനത് അങ്ങനെ വരികയാണെങ്കിൽ അടിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അടിച്ചു വെച്ചെന്ന് മാത്രം. ഇതൊരു 3/4 ഇഞ്ച് വീതിയിൽ സാധാരണ ഒരു നീളത്തിലൊരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ വള്ളി അടിക്കില്ല, അതേപോലെ അടിച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒരു കുഴപ്പം പോലെ കിട്ടും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പീസ് ഇതാണ് കേട്ടോ, ഇതുണ്ടോ, ഇങ്ങനെയാണ് കിട്ടുക. ഞാനപ്പോൾ ഇത് ഒരു പീസ് ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് ഇതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് പതിച്ചടിക്കുക ചെയ്യാറ്. അങ്ങനെ പതിച്ചടിച്ച വള്ളിയിൽ ഇത് ഇങ്ങനെ ഒരു പീസ് കിട്ടുമല്ലോ, ആ പീസിൽ നിന്ന് ഇങ്ങനെ കോണായിട്ട് ത്രികോണ രീതിയിൽ ഇങ്ങനെ ഷേപ്പിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെട്ടും. ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ വെട്ടി കളഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഉണ്ടോ, ആ ഷേപ്പ് ഇതിലേക്ക് വെച്ച് അടിക്കുക ചെയ്യാറ്. ഇനിയിപ്പോൾ എന്തായാലും നീളമോ ഇല്ലെന്ന് അറിയില്ല, ആദ്യമായിട്ടായ കാരണം ഇനി അങ്ങനെ ഇത് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കട്ടെ. എന്നിട്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ അന്ന് ഇതിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഴപ്പം നേരത്തെ അടിച്ച ആ ഒരു പീസാട്ടോ, ഇതിൻ്റെ പീസല്ല, പക്ഷേ ഇത് അതിന് ചേരും. കണ്ടോ, വൃത്തികേടില്ല. പിന്നെ അമ്മേടെ അല്ലേ, കുഴപ്പമില്ല, അമ്മ എന്ത് പറയുമെന്നറിയില്ല. അപ്പോൾ ഞാനത് ഈ ഫ്രണ്ട് പീസിൻ്റെ നടുഭാഗത്ത് വെക്കും കേട്ടോ. ഇങ്ങനെ വൃത്തികേടൊന്നുമില്ല. അതിപ്പോൾ ഒരു ഡിസൈനുള്ള വള്ളിയായിരുന്നു, അപ്പോൾ ഞാൻ അടിച്ചു എന്ന് മാത്രം. അതിങ്ങനെ വെച്ചു, ചവിട്ടി ഇങ്ങനെ പൊന്തിച്ചു, എൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി എൻ്റെ ഒരു നടുഭാഗം നോക്കിയിട്ട് ആ പോർഷൻ വെച്ചു കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെയ്തടിച്ചു. ഇതിൻ്റെ മുകളിലൊരു വെള്ള ലൈസ് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. അതെടുക്കുന്നു. വേറെ ഉണ്ട്. ഇതാണ് വെക്കുന്നത്. ഇതാണ് ഇങ്ങനത്തെ ലൈസ് ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. അത് വെള്ള നൂല് വെച്ച് അടിക്കണം. ഞാൻ കാണിച്ചു തന്നു. ഇനി ഇത് ആ വെള്ള നൂല് വെച്ചിട്ട് ഇതിലേക്ക് അടിക്കും. ഇതിൻ്റെ മുകളിലൊന്ന് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് അതൊക്കെ നൂലൊക്കെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇവിടെ മാറ്റി വെച്ചു. കാണിച്ചു തന്നുള്ളൂ. ഇനി ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ ലൈസ് ഇങ്ങനെ ഞെറി വെച്ച അതേപോലെ തന്നെ ബാക്ക് പീസിലും പോർഷൻ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ പീസ് നമ്മൾ അടിച്ചു വെക്കുക. മോളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒതുങ്ങിയിരിക്കില്ല, ഒന്നും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പറയുന്നതൊന്നും വിചാരിക്കരുത്. ഇനി അതും കറക്റ്റ് അളവിൽ ഇങ്ങനെ വെക്കുക. ഏകദേശം ശരിയാണോ എന്ന് നോക്കുക കേട്ടോ ആദ്യം. അല്ലെങ്കിൽ ചിലത് കുറേ വല്ലാണ്ടാകുമ്പോൾ അപ്പുറ സൈഡ് നമ്മൾ അടിച്ചു പോവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഭാഗം ഇങ്ങനെ കുറവായി പോകും. അപ്പോൾ രണ്ട് സൈഡ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏകദേശം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ലേശം നമ്മുടെ ബാക്ക് പീസാണ് കൂടുതൽ. അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്ത് വിടേണ്ടി വരും. അപ്പം ഞാനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ശകലം വലിച്ച് പിടിച്ചെടുക്കും. അതായത് ഞെറിയിട്ട ആ പീസില്ലേ വലിച്ചെടുക്കുമ്പോൾ തുണിയൊന്നും വലിയുമല്ലോ. അപ്പം അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ അങ്ങനെയാവാം എന്ന്. ഈ ഞെറിയില്ലാത്ത ഭാഗത്ത് വലിക്കുമ്പോഴാട്ടോ വേഗം തുണി കിട്ടുക. നൂല് വലിച്ചിട്ടില്ലെങ്കിൽ നൂല് പോയാൽ പിന്നെ കോർക്കാൻ ഭയങ്കര പാടാ. എനിക്ക് വെച്ച് പിടിക്കാണ്.
ഇത് പവർ മെഷീനാണ്, നല്ല സ്പീഡൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലോണം അടിക്കണ, നല്ലോണം എക്സ്പെർട്ടുകാർക്ക് പടപടേന്ന് അടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ സൂക്ഷിച്ചടിക്കുള്ളൂ കേട്ടോ. കൈയൊക്കെ പോവാൻ വഴിയുള്ള ഒരു എനിക്ക് പേടി കൂടുതലാണ്. എങ്ങാനും കൈ പോയാൽ നമ്മുടെ കാര്യം കിട്ടാമോ. അനിയത്തിയുടെ അങ്ങനെ സൂചി കയറിണ്ടേ. അപ്പം ഞാനങ്ങനെ വലിച്ചടിച്ച കാരണം കണ്ടോ ഇവിടെ എത്തി കറക്റ്റായിരുന്നു. ഒന്നിങ്ങനെ ഇതും കൊണ്ട് വലിച്ചടിച്ചാൽ കറക്റ്റായി. അപ്പം ഞെറി ഏകദേശം ഫിനിഷായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു പീസും ഒരു ഇതും കൂടെ അടിക്കും. ഞാൻ ഒരു വരിയും കൂടെ അടിക്കും. പിന്നെ പറയുന്നത് അതേ അടിയിൽ കൂടെ തന്നെ ഇങ്ങനെ അടിക്കും. അപ്പോൾ നമുക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടേ പിന്നിൽ വേഗം ഇടാണ്ടിരിക്കാനൊക്കെ നല്ലതാക്കും. കെട്ടിട്ട് തുമ്പത്ത് കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു മേലടി കൊടുക്കുക. മേലടി ഒരെണ്ണം കൊടുക്കും, ഒരെണ്ണം ഇതിന് കൊടുക്കുള്ളൂ കേട്ടോ. ഫ്രണ്ടിന് 2 അടി കൊടുക്കും, ബാക്കിന് ഒരടി കൊടുക്കുള്ളൂ. തുണി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും, അല്ലെങ്കിൽ കെട്ടി നൂലിത്തിരി വെട്ടാണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വെട്ടിക്കളയാം. ഇനി കൈയാണ് വെക്കുന്നത്. കൈ വെട്ടിയത് ഇങ്ങനെ ഉണ്ടല്ലോ. ഇത് കൈയിനധികം മമ്മിക്ക് എന്താ പറയുക, മടക്കി അടിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ മടക്കി അടിച്ചാൽ എന്താ പറയുക, ഇറക്കം കിട്ടില്ല. അതുകൊണ്ട് മടക്കി അടിക്കുന്നില്ല. ഇനിയിപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ട് മടക്കാനുണ്ടെങ്കിൽ അളവൊന്നുമില്ല, കയ്യിലെ അളവൊന്നും എടുക്കാൻ എൻ്റെ ഇല്ല. ഞാൻ ഏകദേശം രൂപം വെച്ചിട്ട് അങ്ങോട്ട് അടിക്കുന്നുള്ളൂ. ഇനി ബാക്കി മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത് ഒരു മെഷീനുണ്ട്, ആ മെഷീനിൽ ഒന്ന് മടക്കിയടിച്ച് മമ്മീനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നടുഭാഗം കറക്റ്റ് നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. കറക്റ്റ് നടു അറിയാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് നോക്കും. ഒരു ലേശം നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ ഭാഗമില്ലേ, ലേശം ഒരു 1/4 ഇഞ്ച് കൂടുതലുണ്ടാവും. എന്നാലാണ് നമ്മളൊക്കെ അവിടെ കുത്തി നിർത്തിയിട്ട് തിരിച്ചടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ഞാൻ ഇതിൻ്റെ നടുഭാഗമില്ലേ, സ്റ്റിച്ച് ഇങ്ങനെ ഇട്ടുണ്ടല്ലോ, നമ്മൾ നടുഭാഗം അടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ കറക്റ്റ് നടുവിൽ വെച്ചു. ഇത് വെച്ചു, കട്ടിട്ട ഭാഗം അവിടെ വെച്ചു. എന്നിട്ട് ഏകദേശം 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ കൈ അടിക്കും. കൈ അടിച്ച് ഇവിടെ എത്തുമ്പോൾ ഒരു സ്പെല്ലിങ് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഇതിപ്പോൾ ബാക്ക് വശമാണ് വന്നേക്കുന്നത്. ബാക്ക് വശത്തിൻ്റെ ഈ ഇവിടുത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ അതിൻ്റെ ആ മൂല എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തണം. സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് വേണം അടിക്കാൻ. അല്ലാതെ നേരെ അടിച്ച് പോകരുത്, അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ഒരു കാല്, അതായത് നമ്മൾ ആ പ്രസ് ചെയ്ത് അടിച്ചതിൻ്റെ ഇച്ചിരിയും കൂടെ ഒരു പോയിൻ്റോ 2 പോയിൻ്റോ മുകളിലാക്കിയിട്ട് വേണം കുത്തി നിർത്താൻ. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ സ്റ്റാൻഡ് ഒന്ന് മുകളിലേക്ക് വെച്ച് നോക്കും, ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കറക്റ്റ് ഈ ചോക്കിൻ്റെ അവിടെ ഒന്ന് ഇത് പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും ഒക്കെ ശരിയുണ്ട്, ഏകദേശം ശരിയായിട്ടുണ്ട്. കൂടുതലാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് കുത്തി നിർത്തി. അത് ഞാൻ ഈ കയ്യിനെ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ പിടിച്ചു. ഈ കൈ ഇങ്ങനെ ഇതാക്കി വിട്ടു. എന്നിട്ട് സാധാരണ നമ്മൾ അടിക്കുന്ന പോലെ തന്നെ ആ ഒരു വീതിയിൽ തന്നെ ഉണ്ടാക്കി കണ്ട. ഇതും വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയില്ലേ നോക്കും ഈ പീസ്. ഇത് കറക്റ്റ് പോയിൻ്റായി. അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റായി.
അതങ്ങനെ കൈ വെട്ടിയടിക്കുമ്പോൾ അതങ്ങനെ വരാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ വശം ഞാൻ പകുതിയിൽ നിന്നാണ് അടിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് വരാൻ ഞാൻ വലിയ എക്സ്പേർട്ട് തയ്യലായിരുന്നല്ല. അപ്പം ഞാൻ ശരിയാവില്ല എന്ന് തോന്നുന്നു അങ്ങനെ അടിക്കുമ്പോൾ. കുറച്ച് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കൈ തിരിഞ്ഞത് ഞാൻ പകുതിയിൽ നിന്ന് അടിക്കാറ് കേട്ടോ. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് ആ പകുതിയിൽ തന്നെ തിരിച്ചിങ്ങോട്ടും അതുപോലെ തന്നെ അടിക്കും. അതിന് അടിച്ചിട്ട് മറ്റേ കയ്യിൽ അടിച്ചിട്ട് കൂട്ടി അടിക്കുന്നതാണ്. അടിക്കുന്നത് സ്പീഡിലടിക്കാൻ സുഖമാക്കാം. ഈ ബോഡി പാർട്സ് മാത്രം അടിക്കാനാണ് ഈ മിഷ്യനല്ല എല്ലാം കറക്റ്റ് സൂചി കുത്തി നിർത്തി ആ മൂന്ന് എത്തിയപ്പോൾ എനിക്കിപ്പോൾ കൈ അടിയിലാണല്ലോ. അപ്പോൾ കൈഭാഗം തന്നെ വച്ചടിച്ച് മൂന്ന് അതിങ്ങനെ അണക്കളുണ്ട്. കറക്റ്റ് നൂലുകളപ്പം തന്നെ കട്ട് ചെയ്ത് കളയണേ. ഞാനൊരു വിധം അങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് ഈ കൈയിൻ്റെ മുകൾ പീസ് പതിച്ചടിക്കും. ഇതിപ്പോൾ ഒരടിയില്ല, ഉള്ളിൽ ഒരടി കേട്ടോ അടിച്ചിട്ടുള്ളൂ. കൈയിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടെ പ്രസ് ചെയ്തടിക്കേ. അങ്ങോട്ടും കൂടെ നീങ്ങാണ്ട് കറക്റ്റ് ആ പോയിന്റിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നെയ്റ്റിക്കും ആ വൃത്തിയുണ്ടാവും. എന്നിട്ട് ആ മൂല എത്തുമ്പോണ്ടല്ലോ കറക്റ്റ് അവിടെ പോയിന്റ് കുത്തി നിർത്തിയിട്ട് തിരിച്ചു കൊടുക്കാം നേരെ തന്നെ. പോയിന്റിൽ കുത്തി നിർത്തുക, അടിച്ചു കേട്ടോ. ഇനി അതേപോലെ തന്നെ മറ്റേ കൈ അടിക്കാം കേട്ടോ. അപ്പോൾ കൈയൊക്കെ വെച്ചു കേട്ടോ കൂട്ടുകാരെ. എന്നിട്ട് ഈ രണ്ട് കൈയും അകവശം ചീത്ത വശം, അതായത് നല്ല വശം ചേർത്ത് ഉള്ളിൽ വരണം. പുറം ഉണ്ടാ ഇതുപോലെ ആക്കി കയ്യിൽ രണ്ട് വശം ഒരേപോലെ വെക്കുക. എന്നിട്ട് ഇത് കൂട്ടി സൈഡ് അടിക്കില്ലേ, നെറ്റിയുടെ സൈഡ് കൂട്ടി അടിക്കണം കേട്ടോ. ഇങ്ങനെ അടിക്കാൻ ഈ മിഷ്യൻ സൂപ്പറാട്ടോ. എനിക്ക് കയ്യിൻ്റെ അളവ് അമ്മയുടെ ഞാൻ ഏകദേശം എടുക്കുന്നത് ഇതിൽ തന്നെ അളവൊക്കെ ഉള്ള കാരണം സുഖാട്ടോ. 6.25 ഞാൻ എടുക്കുന്നത് കേട്ടോ. 6.25 ആൾക്കൊരു ചെറിയ ജ്യൂസൊക്കെ വേണം. 6.25 ഇട്ടു. തുമ്പത്തൊന്ന് കട്ടിട്ട് കൊടുത്തു. കട്ടെന്ന് പറഞ്ഞാൽ കെട്ടിട്ട് കൊടുത്തു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കറക്റ്റ് ഈ കൈക്കുടിയുടെ അവിടെ വരുമ്പോൾ ഈ 4 ഇഞ്ച് കേട്ടോ. കറക്റ്റ് അളവായിരിക്കും. അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. അതായത് എപ്പോഴും കൈക്കുടിയുടെ ഭാഗം വിട്ടു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അടിച്ചു കൊടുക്കുന്ന നെറ്റിയിലൊക്കെ ഈ കൈക്കുടിയുടെ ഭാഗം 2-3 കെട്ടിട്ട് കൊടുക്കും, വേഗം പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തിരിച്ച് അതേ ഷേപ്പിൽ 4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്ച്ചു കൊടുക്കും. ഇനി ഇത് നീളത്തിൽ അങ്ങനെ അടിവരെ അടിച്ചു കൊടുക്കാം. 2 പ്രാവശ്യം അടിച്ചു കേട്ടോ. നൂല് കഴിഞ്ഞു ഗൈസ്. ഇനി അടിച്ചു കഴിഞ്ഞിട്ട് കാണാം. മിഷീൻ്റെ അടിനൂല് നിന്നുപോയി. അപ്പോൾ നിന്നുപോയി തന്നെ കഴിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് ഈ കേസ് ബോബീൻസിൽ അധികം നൂല് ചുറ്റിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അടിക്കാൻ ഒരളവ് അറിയാമല്ലോ. അളവ് വെച്ചിട്ട് ഞാൻ നൂല് ചുറ്റിയ ചെയ്യാറ്. അപ്പോൾ അതിത്തിരി ഇന്ന് കുറവായിപ്പോയി. അതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത് അടിക്കുന്നത്. രണ്ടാമത് ചുറ്റേണ്ട വന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒരുമിച്ച് 2 പീസും കൂട്ടി യോജിപ്പിച്ച് അടിക്കുകയാണ്. അടിക്കാം. ഇങ്ങനെ അടിക്കാൻ നല്ല സുഖമാണ്. ഈ മെഷീന് ചടപടാന്ന് അങ്ങോട്ട് പോകും.
ഇങ്ങനെ അടിക്കാൻ മാത്രം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ കട്ട് കഴിഞ്ഞാൽ നൂലുണ്ടല്ലോ, നൂല് വെട്ടിക്കളയണം. അതവിടെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിവശം ദേശം മടക്കി അടിക്കാം. ഇറക്കം ഞാൻ വെട്ടിക്കളഞ്ഞു ഇങ്ങനെ അടിച്ചപ്പോൾ. എന്നിട്ട് ഇതിൻ്റെ തേരുവശല്ലേ അടിഭാഗം ഒരു 1/4 ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് നിന്നിട്ട് ഒന്നും കൂടെ മടക്കി അടിക്കുക. എന്നിട്ട് ഇത്ര വീതിയിൽ അടിക്കുക. അപ്പോൾ ഇറക്കം അമ്മയ്ക്ക് പാകമാവും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അന്നേരം അവിടെ ചെന്നിട്ട് കുറയ്ക്കാം. നമ്മൾ അടിക്കുകയാണ്. നൂലിങ്ങനെ കിഡ്നി നൂലിട്ടു. നീളത്തിൽ റൗണ്ട് വരെ അടിക്കുക. ശേഷം അടിക്കട്ടെ. ഇങ്ങനെ അടിഭാഗത്ത് അടിക്കാൻ നല്ല സുഖം കേട്ടോ, വേഗം കഴിയും. ഈ മുകൾ ഭാഗത്തെ പീസ് വെച്ച് ആദ്യം അടിച്ച് വെച്ചിട്ട് ഞാൻ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇതിലേക്ക് വരിക ചെയ്യുക. സിംഗിൾ മെഷീൻ ഉണ്ട്, ചേട്ടൻ മേടിച്ച് തന്നാണ്. അതിലായിരുന്നു ആദ്യം അടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത് കിട്ടിയപ്പോൾ ഇതിലേക്കായി. അതിൽ അടിക്കാൻ പഠിക്കാനൊരു ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടിന് പേടി, സ്പീഡ് കൂടാനും സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും കയ്യിലുണ്ട്. ഞാൻ ഒരു മീഡിയത്തിലേ വെച്ചിട്ടുള്ളൂ. കൈ പോകുന്നൊരു പേടി. വീട്ടിലെ കാര്യം എൻ്റെ കാര്യം തന്നെ ചെയ്യാൻ പണിയാവും. യേശുവേ, നമ്മളിങ്ങനെ 2 പേരെ എത്തിക്കണല്ലോ. പിരിയാണ്ട നോക്കണേ. ചിലപ്പോൾ പിരിയും തോന്നുന്നവർക്ക് ആദ്യം 1/2 ഇഞ്ചിൽ ആദ്യം അടിച്ചിട്ട് പിന്നെ മടക്കി അടിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ അടിച്ച് ശീലമായി. അതുകൊണ്ട് എന്നാൽ വലിയൊരു ഇതുണ്ട്. അതുകൊണ്ടല്ല പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഓണത്തിനൊക്കെ നല്ല തൈര് കിട്ടി കേട്ടോ. പിന്നെ എനിക്ക് ഓണം കഴിഞ്ഞിട്ട് തൈര് ടേസ്റ്റ് വെള്ളമായത് നന്നായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വയ്യായിക്കെ ആയിരുന്നു. 1.5 മാസമായി മിഷ്യത്തിൽ ഇരിക്കാണ്ടായിട്ട്. ഇന്നാണ് മിഷ്യത്തിൽ കയറിയിരുന്നത്. അമ്മ കാരണം കയറിയിരുന്നതാണ്. ഓണത്തിനും കണ്ട് എന്താ ഒരു ചേച്ചി, 2 ചേച്ചി. ആ ചേച്ചി എന്നും എൻ്റെ എപ്പോൾ കൊണ്ടു ചെന്നാലും നൈറ്റ് എടുക്കും കേട്ടോ. വഞ്ചേച്ചിയുടെ പേര്. ആ ചേച്ചിയുടെ തയ്ച്ച് കഴിഞ്ഞിട്ടില്ല. തയ്ച്ച് 2 കൂടി ഉണ്ട്. ആൾ 5 എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 കൊടുത്തു. ഇനി 2 കൂടി ഉണ്ട്. ഓണം കഴിഞ്ഞ് പതുക്കെ മതിയെന്ന് പറഞ്ഞാലും അതവിടെ ഇട്ടു. ഇനി ഞാൻ വന്നില്ലേ, വയ്യാണ്ട് വന്നു. ചെറിയ ശാരീരിക അസ്വസ്ഥതകളുള്ള ആളാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതവിടെ ചേച്ചി എന്നെ 2-3 ദിവസം വിളിച്ച് ചോദിച്ചു. എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എന്താ ചെയ്യുക. പിന്നെ ആ ചേച്ചിയുടെ എന്തായാലും അടിച്ചു കൊടുക്കും. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി അടിച്ചു മാത്രം. ഓർമ്മ അടിച്ചു കഴിഞ്ഞു. ഓർമ്മയിലെ ബോഡി പാർട്സും എല്ലാം എല്ലാം ഇട്ട് കഴിഞ്ഞതാണ്. പക്ഷെ അതൊന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതി. പക്ഷെ അതങ്ങനെ ഇരിക്കും. 3 ആഴ്ചയാണ്, 1.5 മാസം. ഓണം കഴിഞ്ഞിട്ട് 10 നാളായി, അത്രയും നാളായിട്ടു. പക്ഷെ അത് പിന്നെ പതുക്കെ മതിയെന്ന് പറഞ്ഞാലും തയ്ച്ച് വെച്ചിട്ടും അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റിയില്ല. അതാണ് സത്യം. ഇനി കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു കറക്റ്റ് ഇതൊന്ന് വലിച്ചിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നീ ചിത്രപടം സിമ്പിളായി അടിച്ച് കഴിഞ്ഞു. മറ്റേ ഉള്ളിൽ എന്താ പറയുക, ലൈസ് വെക്കാൻ, പൂ വയ്ക്കണ്ടേ.
നല്ല ഇതൊരു ഭംഗി വരുള്ളൂ. കണ്ടോ, ഇതാണ് ഇപ്പം ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥ കേട്ടോ. കണ്ടോ, ഇനി പൂവും കൂടെ വയ്ക്കുമ്പോഴാണ് ഒരു ഭംഗി. ആ പൂവും കൂടെ ഞാൻ വെക്കട്ടെ കേട്ടോ. എനിക്ക് അത് വെച്ചില്ലെങ്കിൽ ഒരു സുഖം വെക്കണം. വേറൊന്നുമില്ല, വെള്ളനൂല് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ഇതിലേക്ക് കെട്ടിട്ട് കൊടുത്തു കേട്ടോ. കെട്ടിട്ട് കൊടുത്താൽ വേഗം ഇങ്ങോട്ട് വലിച്ചാൽ സാധനം നൂല് വരും. സാധനമില്ല നൂല്. ഇതിങ്ങനെ കെട്ടിട്ട് കൊടുത്തു. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നിട്ട് ഇവിടുത്തെ ഫ്രണ്ടിലായിട്ട് വലിച്ചു വലിച്ചപ്പോൾ അതങ്ങോട്ട് വന്നു. കണ്ട, വെള്ളനൂല് ഇവിടെ എത്തി. പിന്നെ അടിനൂല് ആ കളറായാലും കുഴപ്പമില്ലല്ലോ, വെള്ളയാണ് വേണ്ടത്. പിന്നെ സൂചി കോർക്കണേ. സൂചി ചേർക്കാൻ എനിക്കിതിൻ്റെ സഹായം ആവശ്യമുണ്ട്. കണ്ണട വെച്ചാലും ആവശ്യമുണ്ട്. പിന്നെ എളുപ്പം കോർക്കാനും പറ്റും. തയ്ക്കുമ്പോൾ ഈ വക സാധനങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് നല്ല വശം പുറം വശമുണ്ട്. ഇതാണ് തോന്നുന്നുണ്ട് നല്ല വശം. ഇത് അകം വശം, ഇത് പുറം വശം. അപ്പോൾ ഈ പുറം വശം ഇതിൻ്റെ ഫ്രണ്ട് വശത്തിൽ നമ്മൾ പൂ പോലെ വെച്ചിട്ടുണ്ടല്ലോ, കുടപ്പൻ എന്ന് പറയും. ഞങ്ങൾ കുടപ്പൻ എന്നാണ് പറയാം. നിങ്ങളെന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു നൂലുണ്ട്, കെട്ടാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഇതിലേക്ക് വെച്ചു കേട്ടോ. ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചു. എന്നിട്ട് കറക്റ്റ് നടുവ് നോക്കി വെച്ചു. വെച്ച് ഇങ്ങനെ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വിഷത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് പോകും. ഉള്ളൂ ഒരു കെട്ടിട്ട് ഒരു 2-3-4 കെട്ടിട്ട് അങ്ങനെ കൊടുത്തു. അതിനുള്ളൂ. അപ്പോൾ അതവിടെ പിടിച്ചിരുന്നു, വലിച്ചാലും വരില്ല. അപ്പോൾ നെയ്ക്ക് അടിച്ച് കഴിഞ്ഞു. നോക്കട്ടെ, അടിച്ച് കഴിഞ്ഞു കേട്ടോ നെയ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം, അനുഗ്രഹിക്കണം. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവണേ. അപ്പോൾ ഇത് ഫുൾ കാണിച്ചു തരാം. നോക്കി നമ്മൾ കാണിച്ചു കൊടുക്കും. ഫുള്ള് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ ഫ്രണ്ട്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയോ നീളമുണ്ട്. വലിയ പൊക്കൊന്നുമില്ല കേട്ടോ എൻ്റെ അമ്മ. നിങ്ങൾ കുറച്ചും കൂടെ ഉണ്ട്. ആ ഒരു ദേശത്തിലാണ് ഞാൻ അടിച്ചത്. ഓക്കെ, ബൈ ബൈ.